അതായത് ദൈവത്തിന് സമർപ്പിക്കുന്നതാണ്. പിന്നെ കണ്ടീഷൻ ഒന്നും വയ്ക്കാൻ പറ്റില്ല. ദൈവത്തിന് കൊടുക്കുമ്പോൾ പള്ളിയിലെ പെട്ടിയിൽ പൈസ ഇടുമ്പോ അല്ലെ അമ്പലത്തിന്റെ മുമ്പിൽ പോയി പൈസ ഇടുമ്പോ ഈ പൈസ ഇടുന്നത് ഞാനൊരു പ്രാർത്ഥനയോട് കൂടിയാണ്. ഇത് ശരിയാക്കി തന്നില്ലെങ്കിൽ ഞാൻ ഈ പൈസ ഇവിടെ വന്ന് തിരിച്ചെടുക്കുമെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പറ്റുമോ? ഒരു വഴിപാട് നേരുന്നു അല്ലെ, അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കുന്നു. ഇത് നടത്തി തന്നില്ലെങ്കിൽ ഞാൻ വന്ന് ഈ മെഴുകുതിരി ഊതിക്കെടുത്തും, അല്ലെങ്കിൽ ഈ പെട്ടിന്ന് കാശെടുക്കുമെന്ന് പറയാൻ പറ്റുമോ? അതുപോലെയാണ് വഖഫ്. വഖഫ് കൊടുത്തിട്ട് കണ്ടീഷൻ വെക്കാൻ പറ്റില്ല. അപ്പൊ കണ്ടീഷൻ വെച്ചെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അത് വഖഫല്ല അല്ലെ, വഖഫല്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് മേടിച്ച ആള് അവര് സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. എന്താ? ഞങ്ങൾ ഇതിന്റെ വില ഞങ്ങൾ വാങ്ങിച്ചു 75 അല്ലേ, ഞങ്ങൾ ഇതിന്റെ വില വാങ്ങിച്ചു. അപ്പൊ ഞങ്ങളിത് വിറ്റാണ്. വില വാങ്ങിച്ചത് എങ്ങനെയാണ്? ഭൂമി താമസിക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ പണം വാങ്ങിച്ചു, ഞങ്ങൾ അവർക്ക് ഭൂമി കൊടുത്തു. പണം വാങ്ങിച്ച് വിറ്റ ഭൂമി എങ്ങനെയാ വഖഫാവുന്നത്? ഏത് നിയമം അനുസരിച്ച വഖഫാവുന്നത്? ഈ 3 കാരണങ്ങളാണ് ഞങ്ങൾ പഠിച്ചു ഉയർത്തിക്കാട്ടിയത്. ഇത് വഖഫ് ഭൂമിയെ അല്ല. ക്രയവിക്രയം നടന്നിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ട് ഇല്ലേ? ഇത്രയും നാൾ താമസിച്ച ആളുകൾ വേറെ വിറ്റിട്ടുണ്ട്. ഒരുപാട് ഡോക്യുമെന്റുകൾ ഉണ്ട്, രജിസ്റ്റേർഡ് ഡോക്യുമെന്റ് ഉണ്ട്. ഇതൊക്കെ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളാണ്. അപ്പൊ വഖഫ് ഭൂമി അല്ല അല്ലെ, ആ സ്റ്റാൻഡ് ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. ഇനി വഖഫ് ഭൂമിയാണോ എന്ന് പറഞ്ഞാൽ അത് തെളിയിച്ചാൽ എങ്ങനെയാണ് നമുക്ക് ഭൂമി കിട്ടുന്നത്? നിങ്ങൾക്ക് എങ്ങനെ ഭൂമി കിട്ടുന്നത്? ഇപ്പൊ പള്ളിക്ക് ഈ ദേവാലയത്തിന് ഒരാൾ 1 ഏക്കർ ഭൂമി സമർപ്പിച്ചു. അത് ഈ ഇടവകയുടെ ഇതായി മാറി അല്ലേ? ആ ഭൂമി പിന്നീട് അയാളുടെ അനന്തരാവകാശികൾ വന്ന് തിരിച്ചു കിട്ടുമോ? എത്രയോ പള്ളികളിൽ, എത്രയോ അമ്പലങ്ങളിൽ ആളുകൾ എത്രയോ ഭൂമി കൊടുത്തിരിക്കുന്നു. ദേവസ്വം ഭൂമി ചിലർ ദാനം ചെയ്താണ് അമ്പലത്തിന്. അത് കുറെ നാൾ കഴിഞ്ഞിട്ട് അവരുടെ മക്കളോ മക്കളോ 4 തലമുറ കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാം, ഇത് എന്റെ അപ്പാപ്പൻ കൊടുത്തതാണ് ഈ അമ്പലത്തിന്, അതിപ്പോ തിരിച്ചു കിട്ടണം എന്ന് പറയാൻ കിട്ടോ? കിട്ടില്ല. അപ്പൊ ഇത് വഖഫല്ല, മനസ്സിലാക്കിക്കൊള്ളണം. ഇത് വഖഫാണ് എന്ന് പറയുന്നതിൽ കള്ളത്തരമുണ്ട്. അത് നിങ്ങൾ മനസ്സിലായി. ഇത് ഒരിക്കലും വഖഫല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായി അവകാശപ്പെട്ടു.